കാലം ശരിയല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കോലം മാറും. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള പ്രചാരണ പരിപാടികളിലേക്ക് സ്ഥാനാർത്ഥിയും മാറും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പാറശാല ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി കൊച്ചാമം വിനോദ് ആശുപത്രിയിൽ കിടന്നുകൊണ്ടാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. ആദ്യഘട്ട പ്രചാരണം തകൃതിയായി നടക്കുന്നതിനിടെയാണ് UDF സ്ഥാനാർത്ഥി കൊച്ചാമം വിനോദ് വാഹനാപകടത്തിൽപ്പെട്ടത്. നവംബർ മാസം 27-ന് പ്രചാരണം കഴിഞ്ഞ് മടങ്ങവേ തെരുവുനായ കുറുകെ ചാടി. നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. വിനോദിന്റെ കൈയും കാലും ഒടിഞ്ഞു. ആശുപത്രി കിടക്കയിലാണെങ്കിലും പ്രചാരണ പരിപാടികൾക്കൊന്നും ഒരു കുറവുമില്ല. എന്തു പറ്റിയതാണ്? ഒരു 3 മണിക്കൂർ ഒരു വാർഡ്, അടുത്ത 3 മണിക്കൂർ ഒരു വാർഡ്, ഇങ്ങനെ വളരെ സ്ട്രെയിൻ എടുത്തുള്ള ഒരു വർക്കായിരുന്നു. അതിനിടയിൽ ഒരു വാർഡിൽ വർക്ക് കഴിഞ്ഞിട്ട് മറ്റൊരു വാർഡിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ തന്നെയാണ് കാർ ഓട്ടിച്ചിരുന്നത്. ഓട്ടിച്ച് വരുന്നതിനിടയിൽ ഒരു പട്ടി ചാടി അതിനെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി വളച്ചപ്പോൾ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയും പോസ്റ്റ് തകർന്നു വീണ് അതിനിടയിൽ എൻ്റെ വലത് കാലിന് 2 പൊട്ടൽ, ഇനി ഇടത് കൈക്ക് ഒരു പൊട്ടൽ. ആശുപത്രിയിൽ കിടന്നുകൊണ്ട് വീഡിയോ കോളിലൂടെയാണ് ഇപ്പോൾ വോട്ട് അഭ്യർത്ഥന. ഞാൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ കാണാൻ ശ്രമിക്കാം. ഞാൻ എല്ലാവരെയും കാണുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ എല്ലാ സഹായം ഉണ്ടാവണം. നമ്മൾ വിജയിക്കും, ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. എല്ലായിടത്തും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യാൻ പറയണം. പാറശാല ആശുപത്രിയിലെ പേവാർഡ് 1 ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കാര്യാലയമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് പോലെ പാർട്ടി പ്രവർത്തകരും വോട്ടർമാരൊക്കെ തന്നെ നിരവധി പേരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജനറൽ വാർഡിലായിരുന്നു. അവിടെ മറ്റ് രോഗികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വോട്ടർമാരും വന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. കഴിഞ്ഞ 2 തവണയും LDF ആണ് പാറശാല ഡിവിഷനിൽ വിജയിച്ചത്. ഇത്തവണ CPM പാറശാല ഏരിയ കമ്മിറ്റി അംഗം ബെൻ ഡാർവിനാണ് LDF സ്ഥാനാർത്ഥി. കൊച്ചാമം വിനോദ് മുമ്പ് പാറശാല നിന്ന് ജയിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. അതിനാൽ സ്ഥാനാർത്ഥി ആശുപത്രി കിടക്കയിലാണെങ്കിലും UDF ക്യാമ്പ് ജയപ്രതീക്ഷയിലാണ്. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.